ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരച്ച അടിപൊളി ഒരു മീൻകറിയാണ് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുപോലെ ഉള്ളി, ചെറിയുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ ചെറിയുള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചെറിയൊരു സവോള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3-4 എരിവിനനുസരിച്ച്, പിന്നെ കറിവേപ്പിലയും, പിന്നെ ഒരു ചെറിയൊരു മാങ്ങ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ നമ്മൾ ഫുൾ തേങ്ങയായിട്ടാണ് വാങ്ങുന്നത്, അത് ആവശ്യത്തിന് വേണ്ടത് എടുക്കുക. അതുപോലെ കഴുകി വൃത്തിയാക്കി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളി നമ്മൾ പുളി അനുസരിച്ച് കിട്ടും, നല്ല ഓറയുള്ള പുളിയാണ്, അതനുസരിച്ച്. പിന്നെ മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ഓപ്റ്റ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ് ഇങ്ങനെ ഒരു മീൻ കറി വെച്ചാൽ. നമുക്ക് ആദ്യം തന്നെ എണ്ണയിലേക്ക് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരു ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ അധികം പൊടികളൊന്നും വേണ്ട. ഈ മുളക് പൊടി നമ്മൾ നാട്ടിൽ നിന്ന് ലാസ്റ്റ് വെക്കേഷൻ വന്നപ്പം കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കളർഫുള്ളായിട്ട് തോന്നും. അധികം എരിവില്ല കേട്ടോ. കാശ്മീരിയും എരിവുള്ള മുളകും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തതുകൊണ്ടാണിത്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ നമ്മൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന പോലെ ചെറുതായിട്ട് വാട്ടിയെടുക്കണം. ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പുളിയോട് കൂടി തന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടി തീർത്ത് നമുക്കത് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ചെറുതായിട്ടത് തിള വരുന്നുണ്ട്. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് മാങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. തേങ്ങ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ മഷി പോലെ അരച്ചെടുക്കണം തേങ്ങ. അപ്പം എത്രത്തോളം തേങ്ങ ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റിയാണ്. പിന്നെ ആവശ്യമനുസരിച്ച് നമ്മൾ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങയുടെ കൂട്ടും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വേണം വെച്ചെടുക്കാൻ. ആവശ്യത്തിന് വേണ്ട വെള്ളം, മീൻ നന്നായിട്ട് മുങ്ങിക്കിടന്ന് വേകണമല്ലോ, അപ്പോൾ അതിനാവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഒരു 2 to 3 മിനിറ്റ്സൊക്കെ ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിനകത്ത് കിടക്കുന്ന മാങ്ങയൊക്കെ ഒന്ന് ചെറിയ വെന്ത് പരുവാവാനും അതുപോലെ അരപ്പെല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ആവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ 1 കിലോളം മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ മീൻ ഇഷ്ടപ്പെടുന്നവരാണ് തീർച്ചയായിട്ടും ഇത് കഴിക്കുക. ഇരിക്കും തോറും അതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അച്ചാച്ചന് തേങ്ങ അരച്ച മീൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അയല വെച്ച് ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏത് മീൻ വെച്ചും നമുക്ക് ചെയ്യാം, നമുക്ക് ഓപ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ചോയ്സാണ്. ഇന്ന് കുറച്ച് വലിയ മീൻ കിട്ടിയതുകൊണ്ട് ആ മീനിട്ടാണ് ട്രൈ ചെയ്തത്. മീൻ കഷ്ണങ്ങൾ നമ്മളങ്ങോട്ട് ഇങ്ങനെ വിടർത്തി ഒന്നിൻ്റെ മുകളിലല്ലാതെ വിടർത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മീൻ ഉടഞ്ഞു പോകും കേട്ടോ. സ്പൂണിട്ട് ഇളക്കാതെ നമ്മൾ പാനിൻ്റെ 2 പിടി എടുത്ത് ജസ്റ്റ് വട്ടം കറക്കുക. നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാർ ചട്ടി എടുത്ത് ഇങ്ങനെ കറക്കത്തില്ല. നമ്മുടെ ചട്ടി ചെറിയൊരു പൊട്ടലുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ വെക്കുന്ന പോലെ ചട്ടിയിൽ മീൻകറി വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നോൺ സ്റ്റിക്ക് പാനാണ്, സാരമില്ല, നമുക്കുള്ള പോലെ സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം അതിനുശേഷം നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴേനെല്ലാം കൂടെ മിക്സ് ആയിക്കോളും, കാരണം നമ്മളെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താണല്ലോ. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 4 to 5 മിനിറ്റ്സ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. മീൻ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ. പൊങ്ങിക്കിടക്കുന്ന മീനൊക്കെ ജസ്റ്റ് മസാലയ്ക്ക് മുക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി കുറച്ച് കറിവേപ്പിലയും കൂടെ, കാരണം കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ലൊരു എൻഹാൻസിങ് ആണ് കേട്ടോ. നമുക്ക് നല്ലതായിട്ട് അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കത് അടച്ചു വെക്കാം. അതിന് മൂടി അടച്ചു കൊടുത്ത് ഇപ്പം നല്ല രീതിയിൽ വെന്തു, മുകളിൽ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് നമുക്ക് നിർത്തി കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മീൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ആ പുളിയൊക്കെ ഇറങ്ങി തക്കാളി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി ഞാൻ മാങ്ങയും പുളിയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ടാണ് തക്കാളി ഉപയോഗിക്കുന്നത്, ഓപ്ഷണലാണ്. അപ്പം കണ്ട നല്ല അടിപൊളി നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഈ മീൻകറി പൊറോട്ട കൂട്ടിയാണ് ഡിന്നറിന് കഴിച്ചത്.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. സീ യു വിത്ത് അനദർ വീഡിയോ സൂൺ.